ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രം മരുന്ന് കഴിച്ച് മൂലക്കുരു മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ ഞാനൊരാളെ പരിചയപ്പെടുന്നത് വളരെ സൗജന്യമായിട്ടാണ് ചികിത്സ ചെയ്യുന്നത്. പക്ഷെ മരുന്നിനൊരു ചെറിയ പൈസ ഉണ്ട്, വളരെ ചെറിയ പൈസ. അത് കൂടാതെ വെറും 11 രൂപ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. ആ 11 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ അപ്പം തന്നെ തിരിച്ചു തരും. അദ്ദേഹം പറയുന്ന രീതിയിലുള്ള 11 രൂപ അത് ഒരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുക. ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഈ മരുന്നായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഒറ്റ പ്രാവശ്യം. നമസ്കാരം. നമസ്കാരം. ഇക്കയുടെ പേര് അജ്മീർ എന്നാണ്. എൻ്റെ പേര് അജീർ മോൻ എന്നാണ്. സോറി, ഞാൻ കുഴപ്പമില്ല, അജീർ മോൻ എന്നാണ്. അപ്പോൾ ഞാൻ BSF-ലാണ് വർക്ക് ചെയ്തത്. കാശ്മീരിൽ സർവീസ് ചെയ്യുമ്പോൾ ഒരു വൈദ്യനുണ്ടായിരുന്നു. ആ വൈദ്യനൊക്കെ പോയിട്ട് കുറേ റിക്വസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി എനിക്ക് മരുന്ന് തന്നു. അത് ആ പറഞ്ഞ രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തപ്പോൾ എൻ്റെ ഫാദറിന് അത് സക്സസ് ആയി. അതിനുശേഷം പിന്നെ എൻ്റെ കുടുംബത്തിൽ തന്ന 1-2 പേർക്ക് ഞാൻ ഈ മരുന്ന്, അച്ഛൻ എന്തായാലും അവരോട് പറഞ്ഞു കാണുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അവർക്കും കൊടുത്തതിന് ശേഷം ഞാൻ ഏകദേശം 1000 പേർക്കടുത്ത് ഇപ്പോൾ ഇതുവരെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് കൊടുത്തവർക്കെല്ലാം ഏകദേശം 10 പേർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരു 8 പേർക്ക് സക്സസ് ആണ്. 8+ സക്സസ് ആണ്. പിന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് ആഡ് ചെയ്യുന്ന 1 രൂപ പോലും വാങ്ങത്തില്ല. ഈ 11 പറഞ്ഞില്ലേ, അത് നമ്മൾ 11 വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളൊരു പറയും അവരുടെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദേവാലയത്തിലോ ഇടാൻ വേണ്ടി. നമുക്ക് ഫ്രീ, നമുക്ക് പൈസയില്ല, കൺസൾട്ടിങ് ഫീസ് ഇല്ല. പക്ഷേ വിളിക്കുന്ന ആളുകൾക്ക് ഇതേ ഉള്ളൂ, എൻ്റെ ഒരു സൗകര്യം അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആഴ്ച ചിലപ്പോൾ 5 പേർക്ക് കൊടുക്കാൻ പറ്റും. എല്ലാവരും വലിയ അതിശക്തിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മരുന്നിനെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഇന്ന് ഡോക്ടറാണ് വന്നത്. മിക്ക ദിവസങ്ങളും ഡോക്ടറാണ് വന്നത്. വലിയ തസ്തികയിലിരിക്കുന്ന ആളുകൾ വന്നിട്ടാണ് മരുന്ന് കഴിച്ചിട്ട് പോണത്. അപ്പോൾ ഇദ്ദേഹം മരുന്നൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. പക്ഷെ സൗജന്യമായിട്ട് ആളുകൾ ഇത്രയേ ഉള്ളൂ. മൂലക്കുരു കൊണ്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം മിക്ക സ്ഥലങ്ങളിലും 50,000 1 ലക്ഷം ഒക്കെ ഫീ മേടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്താലും അസുഖം മാറില്ല. പക്ഷെ ഇദ്ദേഹത്തിന് ഈ മരുന്ന് ഉണ്ടാക്കാൻ വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് 6 മണിക്ക് കൊടുക്കണമെങ്കിൽ നല്ല പാടുള്ള പണിയാണ് ഇദ്ദേഹം. കാരണം നമ്മൾ ഡെയിലി കഴിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഇദ്ദേഹം ഒരു സെറ്റാക്കി, ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഇദ്ദേഹം തരുന്നത്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ വരുമ്പോ ചെറിയ അപ്പോ, എന്റെ കുട്ടിക്ക് കൊടുക്കും, അപ്പോ പുട്ടോ എന്തെങ്കിലും തിന്നാൻ തരും. ഇത്രേ ഉള്ളൂ പരിപാടി, അത്രേ ഉള്ളൂ. അതിന് പത്തിയൊന്നുമില്ല. പക്ഷെ ഇതാണ്, നാളെ കഴിക്കണമെങ്കിൽ ഇന്ന് വൈകുന്നേരം ആഹാരം കഴിക്കുന്നത് 7 മണിക്ക് ഏകദേശം സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം രാവിലെ പല്ല് പോലും തേക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് മരുന്ന് കഴിക്കുക. മരുന്ന് കഴിച്ചിട്ട് പോവുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ചിക്കനോ മട്ടനോ ബീഫോ എന്ത് വേണം കഴിക്കാം, നോ ഇഷ്യൂ. പക്ഷെ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറയുകയും ചെയ്യും അവര്, എന്റെ അസുഖം മാറി. അതാണ് എനിക്ക് സന്തോഷം. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിച്ച ഒരാൾ അസുഖം മാറി എന്ന് പറയുമ്പോൾ 100% അതിൻ്റെ അകത്തൊരു 70-നും 100-നും ഇടയ്ക്കാണോ? എങ്ങനെ അത് പറയാൻ പറ്റും? 100% ഉള്ള ആൾക്കാർ പറയാറുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയും എനിക്ക് ഒന്നും കൂടെ വേണമെന്ന് പറയും. ചിലപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പം പറയും എനിക്ക് 1 വട്ടം കൂടെ ഒന്ന് വേണം, കഴിക്കാൻ വേണം എന്ന് പറയും. അപ്പം ഞാൻ അവരോട് പറയും എന്തിനാ ചുമ്മാ പൈസ കളയാന്ന്, വേണ്ട നിങ്ങൾ കഴിക്കണ്ടെന്ന് ഞാനാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇത് കാരണം ഇന്ന് ചൂഷണങ്ങൾ ഒരുപാട് നടക്കുന്നതിൻ്റെ പേരിൽ ഇത് നമ്മൾ തികച്ചും സൗജന്യം 1 രൂപയുടെ. പക്ഷേ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ അവർക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കും. ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾക്ക് 2-3 പ്രാവശ്യം കഴിക്കേണ്ടി വരും. ഞാൻ ചോദിക്കും, ഈ മരുന്നിന് ഒരു ചിലവുണ്ടാവില്ല, ചെറിയൊരു ചിലവ്, അതിനെന്ത് ചിലവ് വരും? അതിന് വലിയ ചിലവൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ അങ്ങാടി മരുന്ന് 1-2 സാധനങ്ങളൊക്കെ വേണം ചെറിയ. അപ്പൊ അതിന് ഏകദേശം ഒരു 500 രൂപ അത് അവർ തന്നെ വാങ്ങിക്കൊണ്ട് വരും. അല്ലെങ്കിൽ നമ്മൾ വേറെ കേസുണ്ട്, നിങ്ങളിത് വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സാധനമാണോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ക്വാളിറ്റി വിഷയം വരും. ഇദ്ദേഹം ആകുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ 500 രൂപ കൊടുത്താൽ മതി, വേറെ നിങ്ങൾ ഒരു ഫീയും വേണ്ട. പിന്നെ ഒരു 15 രൂപ അല്ലെ, ഒരു 15 രൂപ അത് തിരിച്ചവരായി തന്നെ കൊടുക്കും. ആ 15 രൂപയുടെ കേസ് നിർബന്ധമുണ്ട് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം പറയുന്ന രീതിയിൽ ആ 15 രൂപ അത് എനിക്ക് പഠിപ്പിച്ച ആള് പറഞ്ഞ അതങ്ങനെ ചെയ്യണം. ഏതെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ അവർ നിക്ഷേപിക്കും, ഭണ്ഡാരത്തിലോ അല്ലെ, അത്ര ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഒരുപാട് ഡോക്ടർമാർ വന്നിട്ടുണ്ട്. ഇവിടുത്തെ നല്ല ഫേമസ് ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർമാർ വന്നിട്ടുണ്ട്. 100% കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരുടെ കെയർ ഓഫിലും പല ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ സാധാരണ ഞങ്ങളുടെ നാട്ടിലുള്ള ഇഷ്ടം പോലെ ഈ പരിസരത്തുള്ള ഒട്ടുമിക്ക വീട്ടുകളിലും ഞാൻ കൊടുത്ത് റിസൾട്ട് ആയിരുന്നു. ചില വീടുകൾ അറിയത്ത് പോലുമില്ല, എന്റെ സുഹൃത്തുക്കൾക്ക് പോലും അറിയത്തില്ല സംഭവം ഞാൻ ഇത് ചെയ്യുന്നുണ്ടെന്ന്. കാരണം രാവിലെ ആൾക്കാർ വരും, 6 മണി 6:30 ആകുമ്പോൾ അവർ തിരിച്ചു പോകും. നമ്മളങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതുവരെയും പോയിട്ടില്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ ജീവിതത്തിൽ ഒറ്റൊരു പ്രാവശ്യം കഴിച്ചാല് പിന്നെ അതുണ്ടാവാൻ സാധ്യതയുണ്ടോ? സാധ്യത 10 വർഷം കൊണ്ട് പൈൽസിന്റെ അസുഖമുള്ള ആൾക്കാരൊക്കെ കോഴിക്കോട്, മലപ്പുറം, ഇപ്പൊ എന്തായാലും ഈ വീഡിയോ വരുമ്പോൾ കമന്റ് വരുമല്ലോ, 10 വർഷമൊക്കെ പൈൽസിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റിലൊക്കെ ഇന്ന ആൾക്കാർ നമ്മുടെ മരുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോഴേ മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൂട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് വല്ലപ്പോഴും ചിലപ്പോൾ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ വീണ്ടും വന്ന് അവരൊന്നും കൂടെ കഴിക്കും. അപ്പൊ ഞാൻ പറയും വേണ്ട, നിങ്ങൾ 500 കളയണ്ട. അങ്ങനെ വരാറുണ്ട് ഇടയ്ക്ക്, അങ്ങനെ 1-2. പിന്നെ ചില ആളുകൾ, ഇപ്പൊ എന്റെ കുടുംബത്തിൽ തന്നെ ഒരാൾക്ക് ഞാൻ കൊടുത്തിട്ട് അസുഖം മാറിയിട്ടില്ല. അതാണ് പറയുമ്പോ എല്ലാം പറയണമല്ലോ, പോസിറ്റീവ് നെഗറ്റീവും പറയണം.
അപ്പൊ ഇത് ഞാൻ കൊടുത്ത ഏകദേശം ഒട്ടുമിക്ക ആളിലും 90% നല്ല റിസൾട്ടാണ്. നല്ല റിസൾട്ട് 2 ദിവസം കൊണ്ടാണ് റിസൾട്ട് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു അത്ഭുത മരുന്ന് തന്നെയാണ്. എന്തായാലും ഇദ്ദേഹം ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഇതൊരു ചരിത്രമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇവിടെ ഉണ്ട്. അപ്പോൾ അതേ വേറൊരു കാര്യം പറയുന്നതിന് മുമ്പ് ഇത് സാറാമോളാണ് കേട്ടോ. സാറാമോള് UKG സ്റ്റുഡന്റ് ആണ്. സാറാമോള് ചാനലുണ്ട്. പിള്ളേര് പൊളിയാന്നാണ് യൂട്യൂബ് ചാനലാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സാറമ്മളുടെ റിക്വസ്റ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിന്നത്. സ്കൂളിൽ പോകാൻ നിന്നതാണ്. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. അജിർ മോനിക്ക ഇവിടെ ഉണ്ട്. പിന്നെ അജിർ മോക്ക് ബിസിനസ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഒന്നും പരിപാടി നിങ്ങൾ ചിന്തിക്കുക എന്താണ് അതിന്റെ പുറകിൽ. ഇത് എപ്പോഴും ബിസിയുള്ള ആളാണ്. ഫ്രീ ടൈമിൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, ഇതാണ് അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇനിയൊരു എപ്പിസോഡ് കാണുമ്പോഴേക്കും സുലാൻ പറ. ഓക്കെ.